വെൽക്കം ടു ഫീനിക്സ് ആർട്ട് വേൾഡ്. മിനി പെയിൻറ്റിംഗ് സീരീസിൻ്റെ 4ാമത്തെ പെയിൻറ്റിംഗ് ആണിത്. ഇതിൽ ഒരു വിൻഡോയിലൂടെ ഐഫിൽ ടവറിനെ കാണുന്ന ഒരു വ്യൂ ആണ് പെയിൻറ് ചെയ്യുന്നത്. സോ ഈ പെയിൻറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണുന്നതിനായി വീഡിയോ ഫുൾ എല്ലാവരും തീർച്ചയായിട്ടും കാണണം. സോ ഇതിനായി എപ്പോഴും യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു A6 സൈസിലുള്ള ഹാൻഡ് മെയ്ഡ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതൊരു പേപ്പർ വെച്ച് ഇതിൻ്റെ ടേപ്പ് ഫുള്ളൊന്ന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഇതിൻ്റെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആണ് പെയിൻറ് ചെയ്യുന്നത്. ഇതിലേറ്റവും എനിക്ക് തോന്നുന്നു ഇതിലേറ്റവും ഭംഗിയുള്ള പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ജനലിലൂടെ നോക്കുമ്പോൾ ഈ ഐഫിൽ ടവറിൻ്റെ ഒരു നിഴൽ മാത്രമാണ് അത് അവിടെ കാണുന്നത്. സോ അങ്ങനത്തെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി മാസ്കിംഗ് ഫ്ലൂയിഡ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ ഡ്രോപ്ലെറ്റ്സായി പെയിൻറ് ചെയ്ത മാസ്കിംഗ് ഫ്ലൂയിഡ് ഡ്രൈ ആയതിനു ശേഷമാണ് ഇതിലെ ഫസ്റ്റ് ലെയർ വാട്ടർ പെയിൻറ് ചെയ്യുന്നത്. സോ വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് തന്നെയാണ്. വാട്ടർ ആദ്യം പെയിൻറ് ചെയ്തു, അതിനുശേഷം വളരെ ലൈറ്റായ ഒരു ബ്ലാക്ക് കളർ പെയിൻറ് ചെയ്തു. ഇതിന് ശേഷം കുറച്ചുകൂടി ഡാർക്ക് കളർ യൂസ് ചെയ്തൊരു ക്ലൗഡ് പോലത്തെ ഒരു ഫീലിന് വേണ്ടി മുകളിലെ ഭാഗമെല്ലാം ഒന്ന് പെയിൻറ് ചെയ്യുന്നുണ്ട്. ഏറ്റവും താഴത്ത് കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള കളറും പെയിൻറ് ചെയ്യുന്നുണ്ട്. സോ ഇതൊന്ന് അത്യാവശ്യം ഒരു ഡ്രൈ ആയതിനു ശേഷം ഒരു വെറ്റ്നെസ് ഉണ്ട്, എന്നാലും ഡ്രൈ ആണ്. ആ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോഴാണ് ഐഫിൽ ടവർ പെയിൻറ് ചെയ്യുന്നത്. ഫുൾ ഡ്രൈ ആയതിനു ശേഷമല്ല, അപ്പോൾ ആ ഒരു സ്പ്രെഡ് ആവുന്ന ഫീൽ കിട്ടില്ല. എന്നാൽ നല്ലോണം വാട്ടർ കണ്ടൻറ്റ് ഉള്ളപ്പോഴും അല്ല. സോ അങ്ങനെ ആ ഒരു സ്റ്റേജിലാണ് ഈ ഐഫിൽ ടവർ പെയിൻറ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആകുമ്പോൾ എന്നാലും കുറച്ചുകൂടി വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. വളരെ നേരിയ അളവിൽ വാട്ടർ കണ്ടൻറ്റ് ഉള്ളപ്പോഴാണ് ഈ ലീഫ് ഒരു മരം നിൽക്കുന്നു ആ ഒരു ഫീലിലേക്ക് പെയിൻറ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഐഫിൽ ടവർ പെയിൻറ് ചെയ്യുമ്പോൾ എങ്ങാനും കുറച്ച് പേപ്പർ ഡ്രൈ ആയിപ്പോയി, ഇത് സ്പ്രെഡ് ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഒരു ബ്രഷ് ഒരു പെയിൻറ് ചെയ്യാത്ത ബ്രഷ്, ഇതുവരെ പെയിൻറ് ചെയ്യാത്ത ബ്രഷ്, അതായത് ഇപ്പോൾ ബ്ലാക്ക് ആണ് നമ്മളിപ്പോൾ ഈ ഐഫിൽ ടവറിന് പെയിൻറ് ചെയ്യുന്നത്. സോ ആ ബ്രഷല്ല, പകരം യൂസ് ചെയ്യാത്തൊരു ബ്രഷ് എടുത്ത് ഒന്ന് വെറ്റ് ചെയ്യിച്ചിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വരച്ചാൽ മതി. അപ്പോഴേക്കും അത് സ്പ്രെഡ് ആയിക്കോളും. സോ ഇതേ സ്റ്റെപ്പ് ഒന്ന് ചിലപ്പോൾ ഇത് ഡ്രൈ ആവാൻ നേരത്ത് ഒന്ന് കളറിന് ഇൻറ്റൻസിറ്റി കുറഞ്ഞതുപോലെ ഉണ്ടാവും. അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒരു ലെയർ കൂടി പെയിൻറ് ചെയ്യാം. അതിനു മുമ്പ് ഒന്നുകൂടി വാട്ടർ ഒന്ന് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഒരു ലെയർ കൂടി പെയിൻറ് ചെയ്യേണ്ടത്. ഈ ബാക്ക്ഗ്രൗണ്ട് എല്ലാം പെയിൻറ് ചെയ്തതിന് ശേഷം ഇതൊരു ഹെയർ ഡ്രയർ യൂസ് ചെയ്ത് ഡ്രൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഈ മാസ്കിംഗ് ഫ്ലൂയിഡ് എല്ലാം അഴിച്ചു കളയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ പേപ്പർ കീറാൻ സാധ്യതയുണ്ട്. അതിനൊരു ചെറിയ വെറ്റ്നെസ് അവിടെ നിൽക്കുമ്പോൾ പേപ്പർ നമ്മുടെ മാസ്കിംഗ് ഫ്ലൂയിഡിൻ്റെ ഒപ്പം ഇങ്ങോട്ട് പോരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഹെയർ ഡ്രയർ യൂസ് ചെയ്ത് നല്ലോണം ഡ്രൈ ആക്കിയതിന് ശേഷമാണ് മാസ്കിംഗ് ഫ്ലൂയിഡ് അഴിച്ച് കളയുന്നത്. സോ ഇപ്പം നിങ്ങളുടെ കയ്യിൽ മാസ്കിംഗ് ഫ്ലൂയിഡ് ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് വിഷമിക്കാനൊന്നുമില്ല. കാരണം ഈ ഒരു പെർട്ടിക്കുലർ പെയിൻറ്റിങ്ങിൽ ഈ ബാക്ക്ഗ്രൗണ്ടിലെ ലൈറ്റ് കളേഴ്സ് ഇല്ല, അതിൻ്റെ മുകളിൽ മാസ്കിംഗ് ഫ്ലൂയിഡ് വേണം എന്നില്ല. ഐഫിൽ ടവറിൻ്റെ മുകളിലോട്ടൊക്കെ വരുമ്പോൾ ആ ഡാർക്ക് കളറിൻ്റെ മുകളിൽ വൈറ്റ് എത്തിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. എന്നാലും മാസ്കിംഗ് ഫ്ലൂയിഡ് ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇതിൻ്റെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പെയിൻറ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വളരെ ചെറിയ പോയിൻ്റുള്ള പെൻ, അതായത് 0.05 പിഗ്മെൻറ്റ് പെൻ യൂസ് ചെയ്തിട്ടാണ് ഒരു ഔട്ട്ലൈൻ വരക്കുന്നത്. അതിനുശേഷം ഇതേപോലെ കുറച്ചുകൂടി ഡാർക്ക് പോയിൻ്റുള്ള പെൻ എടുത്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 0.04 പെൻ യൂസ് ചെയ്തിട്ടാണ് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചെയ്യുന്നത്. സോ കുറച്ച് സമയമെടുക്കും കംപ്ലീറ്റ് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിന് ഇതേപോലെ വരച്ചു കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന ഗ്ലാസ്സിൽ കുറേ മഴ പെയ്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് നിൽക്കുന്ന ആ ഒരു ഫീലൊക്കെ കിട്ടും. ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിന് ചുറ്റുമുള്ള ഡാർക്ക് ഔട്ട്ലൈൻസ് എല്ലാം വരച്ചതിന് ശേഷം ഒരു നമ്പർ 1 റൗണ്ട് ബ്രഷ് യൂസ് ചെയ്ത് ഈ ഡ്രോപ്ലെറ്റ്സിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഒരു ഗ്രേ കളർ പെയിൻറ് ചെയ്യുന്നുണ്ട്. സോ അതും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ ആ ഒരു ഫീലൊക്കെ കിട്ടുക. സോ ഇതിന് ശേഷം മാസ്കിംഗ് ടേപ്പ് അല്ല, ഞാൻ സാധാ ടേപ്പാണ് യൂസ് ചെയ്ത് ആ ടേപ്പ് അഴിച്ചു കളയുന്നുണ്ട്. ഇതോടെ ഈ പെയിൻറ്റിങ് റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഫീനിക്സ് ആർട്ട് വേൾഡ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതുപോലത്തെ പുതിയ വാട്ടർ കളർ പെയിൻറ്റിങ്സ്, കാലിഗ്രഫി, അറബിക് കാലിഗ്രഫി ഒക്കെ ആയിട്ട് ഫീനിക്സ് ആർട്ട് വേൾഡിൻ്റെ പുതിയ വീഡിയോ എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും അപ്ലോഡ് ആകുന്നതാണ്.